അപ്പൊ നമുക്ക് 12-ാം തീയതിയാണ് സാർ പറഞ്ഞു ഗീതോപദേശം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഭഗവത്ഗീത താല്പര്യത്തോടെ കേൾക്കാൻ എന്താ പറയാ താല്പര്യപ്പെട്ട് വന്നിരിക്കുന്നവരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, പല രീതിയിലുള്ള ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ സ്വാമി മുക്താനന്ദഗിരി എന്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഇപ്പോ സ്കൂൾ ഓഫ് വേദാന്ത എന്ന് പറഞ്ഞിട്ട് ഭാരതീയ ദർശനം പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പൂർവാശ്രമത്തില് ജേർണലിസ്റ്റ് ആയിരുന്നു. ഒരുപാട് പുസ്തകരചനയൊക്കെ നടത്തിയിട്ടുണ്ട്. നാരായണ ഗുരു പരമ്പരയിലെ ഗുരു നടരാജ ഗുരു എന്ന് പറയും അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള നിത്യചൈതന്യയുടെ ശിഷ്യനാണ്. നാരായണ ദർശനം വളരെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. ശങ്കര ദർശനം, അദ്വൈത, വേദാന്തം, ഉപനിഷത്തുകളിലൊക്കെ വളരെ നിഷ്ണാതനാണ്. ഇപ്പൊ ഈയിടെ എല്ലാ വർഷവും അമേരിക്കയില് 6 മാസം അമേരിക്കൻ പര്യടനം നടത്താറുണ്ട്. ഒരുപാട് പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ അലിമണിയാലും വേറെ പല ഗീത പ്രൊമോഷൻ ക്യാമ്പയിനുകളിലൊക്കെ ഞാൻ വളരെ ആക്റ്റീവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പെർട്ടിക്കുലർലി കുട്ടികളുടെ കാര്യത്തിലാണ് ഞാൻ അധികം ആക്റ്റീവ്. അത് ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്കൊക്കെ കഥകളൊക്കെ അറിയാം അല്ലെ, പഴയ കഥകൾ. ഇപ്പൊ ഞാനൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അമ്മൂമ്മ പറഞ്ഞ കഥകൾ കേട്ടിട്ടാണ്. വീട്ടിൽ രാമായണമോ മഹാഭാരതമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും നമ്മൾ പരിചയപ്പെട്ടത് കഥകളിൽ കൂടെയാണ്. എന്റെ അമ്മൂമ്മ പറഞ്ഞ കഥകളാണ്, രാമന്റെയും. ഈ കഥകളാണ് നമ്മുടെ സ്വഭാവത്തെ, ക്യാരക്ടറിനൊക്കെ മോഡി രൂപപ്പെടുത്തുക. ഈ ഭഗവത്ഗീതയിലേക്ക് കടക്കുമ്പോ എണ്ണമറ്റ ക്ലാസ്സുകൾ നമുക്കറിയാം. പക്ഷെ ഭഗവത്ഗീത ഒരു വാക്ക് കൊണ്ട് ഭഗവത്ഗീത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്ഥിതപ്രജ്ഞ. പലറ്റ വാക്കുകളുണ്ട്. ഒന്ന് സ്ഥിതപ്രജ്ഞ. പ്രജ്ഞ എന്ന് പറഞ്ഞാല് നമ്മളിലുള്ള ഓരോരുത്തരിലും ഉള്ള എന്താ പറയാ പരമാത്മാവ് അല്ലെങ്കിൽ സെൽഫ്, അന്തര്യാമി, ഓരോ വാക്കുകളുണ്ട് ഭഗവത്ഗീതയിൽ. അന്തര്യാമി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള നിരന്തരമായിട്ടുള്ള നശിക്കാത്ത ഒന്നാണ്. അതാണ് നമ്മുടെ ശരീരത്തിനും എന്താ പറയാ സ്ഥൂല ശരീരങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കൊക്കെ പ്രകാശം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രകാശം വിട്ടുപോയി കഴിഞ്ഞാൽ തമിഴ് പറയും സത്ത പോയി എന്ന് പറയും. സത്ത അല്ലെങ്കിൽ സത്ത് പോയി എന്ന് പറയാം. സത്ത് പോയി എന്ന് പറഞ്ഞാൽ സത്ത പോയി എന്ന് പറയാം, ആ പ്രകാശം പോയി. ഓക്കെ, അപ്പൊ ഈ പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവികമായിട്ട് നമ്മളിലുള്ള ആ പ്രകാശത്തിന് പ്രജ്ഞ എന്ന് വിളിക്കാം, പരമാത്മാവെന്ന് വിളിക്കാം, അന്തര്യാമി എന്ന് വിളിക്കാം. ഇതൊക്കെ ഭഗവത്ഗീതയിലെ വാക്കുകളാണ്. അപ്പോ അന്തര്യാമിയാണ് ഞാൻ, പ്രജ്ഞയാണ്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ ബ്രഹ്മാസ്മി, ഞാൻ തത്വമസിയാണെന്നൊക്കെ പറയാൻ ഈസിയാണ്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ അതൊക്കെ വരുന്നുണ്ടോ? ഈ ക്ലാസ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഭഗവത്ഗീത അങ്ങനെ വ്യാഖ്യാനിച്ചു പോകാതെ ജീവിതത്തിലേക്ക് ആ മൂല്യങ്ങള് കൊണ്ടുവന്ന് കുട്ടികളൊക്കെ നമ്മുടെ ഒരാൾക്ക് തന്നെ മൂല്യം എന്ന് പറഞ്ഞാൽ സനാതനമായിട്ടുള്ള നിരന്തരമായിട്ട് നശിക്കാത്തൊരു മൂല്യം. ആ മൂല്യബോധത്തിലേക്ക് ജീവിതത്തിലേക്ക് ക്യാരക്ടർ കൊണ്ടുവന്ന് അത് ജീവിതത്തിന് വെളിച്ചം വീശുമ്പോഴാണ് ഗീത നമുക്ക് എന്താ പറയാ സ്വാധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു നിരന്തരമായി എന്താണോ ശരിയായിട്ടുള്ളത്, എന്താണോ നമ്മുടെ പർപ്പസ്, അതിനെക്കുറിച്ച് മനനം ചെയ്യുന്നതാണ് ഒരു അർത്ഥത്തില് സ്വാധ്യായം. അപ്പൊ ജീവിത മൂല്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് സ്വാമി മുക്താനന്ദയത്തിൽ നിങ്ങളോട് സംസാരിക്കുക ലളിതമായ ഭാഷയിൽ. ആഴ്ചയിൽ ഒരു ക്ലാസ്സാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രവേശിക ക്ലാസ് അദ്ദേഹം വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പ് 12-ാം തീയതിക്ക് മുമ്പ് അദ്ദേഹം വെക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഭഗവത്ഗീത എടുക്കുമ്പോൾ 100 ശ്ലോകങ്ങള്, 18 അധ്യായങ്ങള് ഉള്ള വലിയ പ്രപഞ്ചം.
ഭഗവത്ഗീത മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ശ്ലോകമായിട്ട് പോകുന്നതിന് പകരം ആഴത്തിൽ പഠിച്ച അദ്ദേഹം ഒരു അധ്യായം എടുത്തുകൊണ്ട് അതിലുള്ള കാതലായ ശ്ലോകങ്ങളെ എടുത്തു വെച്ച് നമുക്ക് ആ മൂല്യത്തെ കണക്ട് ചെയ്യും. ജീവിതത്തിൽ ഏത് മൂല്യമാണ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രവേശിക ക്ലാസ്സിൽ തന്നെ മൊത്തം എങ്ങനെയാണ് ഭഗവത്ഗീത ഈ 18 അധ്യായങ്ങൾ കോർത്തിണക്കിയിട്ടുള്ളത്, എന്താണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ പ്രവേശിക ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നതായിരിക്കും. അപ്പോ ഈ നമ്മളിത്ര ഡേറ്റ് വെക്കാൻ കാരണം പരമാവധി ആളുകളിലേക്ക് ഗീതയുടെ സന്ദേശം എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ തുടർന്ന് പല ക്ലാസ്സുകളും നമുക്കിപ്പോ ഗീത ഉപദേശ ക്ലാസ്സുകൾ 6 മാസം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ അദ്ദേഹം പറഞ്ഞു തരും കേട്ടോ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിരിക്കും, അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് പറയാം. ഓക്കെ, ഇത്ര ഞാൻ പറഞ്ഞു വെച്ചത് ഗീത ക്ലാസ് നമ്മൾ തുടങ്ങുന്നു. അതിന്റെ രീതി എങ്ങനെയായിരിക്കും? ആഴ്ചയിൽ ഒരു ക്ലാസ് ആയിരിക്കും. ഒരധ്യായം 1-2 ക്ലാസ്സിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിലെ ആ മൂല്യങ്ങൾ എങ്ങനെ പകർത്താം എന്ന് പ്രായോഗിക സമീപനത്തിലായിരിക്കും ക്ലാസ്. അതായിരിക്കും വേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കാം. പറഞ്ഞോളൂ. മൈക്ക് നിങ്ങൾ കയ്യിൽ ഉയർത്തിയ സാറ് മൈക്ക് അൺമ്യൂട്ട് ചെയ്തു കേട്ടോ. അതായത് നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല സാർ? ഓക്കെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും പ്ലീസ്. ഇതില് എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, അതായത് നമുക്കിപ്പോ ഈ സൂം പലർക്കും ഉപയോഗിക്കാൻ അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നു. കാരണം സൂമില് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ റിയാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പൻസ് ചാറ്റ് കഴിഞ്ഞിട്ട് റിയാക്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് വേണമെങ്കിൽ ഈ എന്താ പറയാ എഫക്റ്റുകൾ ഉണ്ട്, റൈസ് ഹാൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് സംസാരിക്കാം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതിലുള്ള ഓപ്ഷൻസുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആകെ 10 പേരുള്ളൂ, ആർക്ക് വേണമെങ്കിൽ സംസാരിക്കാം. നമ്മൾ കുറച്ചും കൂടി കൂടുതൽ വരുമ്പോ അതായത് ഇപ്പൊ 10-100 പേരൊക്കെ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് വരുമ്പോ ഓട്ടോമാറ്റിക്കലി എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡിസിപ്ലിൻ ആണ്. അത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു തരിക എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് വരുന്നത്. അതായത് നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവുമ്പോഴാണ് കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോ ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അവിടെ മ്യൂട്ടായി നിൽക്കുന്ന ആളെ അൺമ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാൻ. സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എന്ത് ക്ലാസ് ആണ് നടത്താൻ പോകുന്നത്, എന്തൊക്കെ കരുതലുകളാണ് നമുക്കിവിടെ വേണ്ടത്, ഏതൊക്കെ പുസ്തകങ്ങൾ കയ്യിൽ വെക്കണം, എന്താണ് നമ്മുടെ കയ്യിൽ വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരു ധാരണ വരണ്ടേ? അപ്പൊ സംശയങ്ങളുള്ള ആര് വേണമെങ്കിലും ചോദിച്ചോളൂല്ലേ. ഒരു റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു ക്ലാസ് എന്നാണോ പറഞ്ഞേ? അപ്പൊ അത് രാത്രിയോ പകലോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തോന്നുന്നു ഞാൻ അഷ്ടവക്രഗീത ആദ്യം ഞാൻ ചെയ്തായിരുന്നേ. അപ്പൊ അധികം നമ്മളെ എന്താ പറയാ അമ്മമാരൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഒരുപാട് ഭാഗത്തുനിന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എത്രയോ പേർക്ക് ഈ ഗീത സന്ദേശം കേൾക്കാൻ വേണ്ടി താല്പര്യമുള്ളവരുണ്ട്. അഷ്ടവക്രഗീത ചെയ്യുമ്പോ അവരുടെ നിർദ്ദേശം സ്വീകരിക്കുക ചെയ്യണം. അപ്പൊ അവരൊക്കെ ഒരു 7-8 അവർക്ക് എന്താ പറയാ അവർ പ്രാർത്ഥിക്കുന്ന സമയമായിരിക്കാം വീട്ടില്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അത് 7:30 സജസ്റ്റ് ചെയ്യാറ്. നമ്മൾക്ക് തോന്നുന്നത് 7:30 നന്നായിരിക്കില്ലേ? ഒരു ക്ലാസ്സിൽ ഒരു അധ്യായം ഫുൾ എടുക്കുമോ? ഒരു അധ്യായം ഫുൾ എടുക്കുക എന്ന് പറഞ്ഞാല് പാരമ്പര്യ രീതിയിൽ അർജുന വാച എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ശ്ലോകങ്ങൾ വായിക്കുന്നതല്ല, മറിച്ച് ഒരു അധ്യായത്തെ കുറിച്ച് എന്താണ് ആ അധ്യായത്തിൽ പറയുന്നത്. ഇപ്പൊ പ്രവേശിക ക്ലാസ്സിന് മൊത്തം എന്താണ് ഗീതയുടെ ചട്ടക്കൂടുകൾ, ഓക്കെ, അത് പറഞ്ഞു തന്നിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്ന ഒരു അധ്യായത്തിൽ 2 ക്ലാസ്സിലാണ് ഒരു അധ്യായം തീർക്കാതെ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു തരും. അതിനൊരു ഗുണവശം കൂടിയുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് 18ാമത്തെ അധ്യായം എടുക്കുകയാണെങ്കിൽ ഒരു 78 ശ്ലോകങ്ങളുണ്ട്. നമുക്കൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് മുഴുവൻ വായിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മെയിൻ കാതലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കഴിയുന്നു. മനസ്സിലായല്ലോ? അപ്പോ ഒരു മൂല്യമുണ്ട്, ഓരോ ചാപ്റ്ററിന് ഒരു മൂല്യമുണ്ട്. ഇപ്പൊ ക്ഷേത്രജ്ഞ വിഭാഗം
13ാമത്തെ ചാപ്റ്ററാണ്. അതിലെന്താ പറയണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയും. 2ാമത്തെ ശ്ലോകത്തിലുള്ള അർജുനൻ തുടങ്ങുന്നത് ഇതാ, എന്താണ് കൃഷ്ണ ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ. അപ്പൊ അദ്ദേഹത്തിന് ഉത്തരം 6ാമത്തെ ശ്ലോകത്തിൽ വരുന്നുണ്ട്. ശരീരം തന്നെയാണ്. ഇത് ശരീര കൗന്ദേയ ക്ഷേത്രമാണ്. കൗന്ദേയ, ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. 3ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് 6ാമത്തതിൽ എന്താണ് ശരീരം എന്ന് വിസ്തരിക്കുന്നുണ്ട്. എന്താ ശരീരം? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, പഞ്ചേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നിവ കൂടിയ 24 തത്വങ്ങളാണ്. അപ്പൊ അതിൽ കറക്റ്റായിട്ട് നമുക്ക് കുറെ സത്യങ്ങൾ കിട്ടുന്നത് എന്താണ് ക്ഷേത്രം. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മജ്ഞാനം, അല്ലെങ്കിൽ എന്താ പറയുക ആത്മബോധം, അല്ലെങ്കിൽ അന്തര്യാമി, ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള നിരന്തരമായി സത്യമായിട്ടിരിക്കുന്ന മരിക്കാത്ത ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഒരു കൃത്യമായ കാഴ്ചപ്പാടാണ് 13ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അങ്ങനെ ഓരോ ചാപ്റ്ററിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട് ഭഗവത്ഗീതയിൽ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞാൻ സംസാരിച്ചിട്ട് നമുക്ക് ഒരു അധ്യായത്തെ 2 ക്ലാസ്സുകളായിട്ട് ഒരു ക്ലാസ് എടുക്കുകയും അതിൽ പ്രധാന ശ്ലോകങ്ങൾ മുന്നോട്ട് വെക്കുകയും പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ബാക്കി നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാൻ വിട്ടുതരികയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്കൊരു ചെറിയ ഭഗവത്ഗീതയുടെ പുസ്തകം വീട്ടിലുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. മനസ്സിലായല്ലോ? ഒരു പാരായണ സുഖമല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഒരു പാരായണ സുഖത്തിനേക്കാളും പിന്നെ തത്വബോധത്തെക്കാളും അത് സ്വാധ്യായം എന്ന് പറയുന്നത് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊരു പുസ്തകം തന്നെയാണ്. അല്ല, എനിക്ക് ധൈര്യം പറയാം അല്ലെ? പുസ്തകം എന്താ? ചെതല് തിന്നുന്നൊരു പുസ്തകം. ഭഗവത്ഗീതയുടെ എഴുത്തി കാണിക്കലല്ല, പക്ഷെ അതിനൊരു മൂല്യമുണ്ട്, തത്വമുണ്ട് ഉണ്ടല്ലോ. ആ തത്വം ജീവിതത്തിൽ പകർത്താൻ പറ്റാത്തടത്തോളം കാലം ഭഗവത്ഗീതയിൽ എന്താ പറയാ, അതൊരു ഇങ്ങനെ അത് വായിച്ചു കുറച്ച് സുഖം കിട്ടി അല്ലെങ്കിൽ പാരായണ സുഖം കിട്ടി എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മബോധത്തിനെ സ്പർശിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ അറിയാം, പലതരത്തിലുള്ള ഓഡിയൻസ് ആയിരിക്കും അല്ലെ. ഒട്ടും അറിയാത്തവര്, പാരായണ സുഖം കേൾക്കുന്നവര്, പിന്നെ ഇപ്പൊ ചിലപ്പോൾ മോക്ഷേച്ഛയുള്ളവര്, മോക്ഷത്വം എന്നൊക്കെ പറയും അല്ലെ. ചിലർക്ക് ആകാംക്ഷയുള്ളവര്, ആദ്യമായി പഠിക്കുന്നത്, അതിന് വിശാലമായ ക്യാൻവാസാണ് നമ്മുടെ. അപ്പൊ പലതരത്തിലും ഭഗവത്ഗീത എടുക്കും. ഭഗവത്ഗീത പാരായണം ചെയ്ത് ഭഗവത്ഗീത പരിചയമുള്ളവരുടെ ക്ലാസ് പറയുന്നു. ഈ ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയം അദ്ദേഹം പ്രവേശിക ക്ലാസ്സിൽ നമ്മളെ പറഞ്ഞു തരും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പറയാം. ഓക്കെ, പരമാവധി നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളോ അത്തരം ആൾക്കാരൊക്കെ ഇടയ്ക്ക് പറഞ്ഞോളൂ. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനും ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും അറിയാൻ പറയണ്ടോ? ചോദ്യങ്ങളാണ് നമുക്ക് രസം വരും. എപ്പോഴും ചോദ്യങ്ങൾക്ക് ആണ് ഏറ്റവും കൂടുതൽ മൂല്യങ്ങൾ തരാൻ പറ്റുക എന്ന് പറയാം. നല്ല ചോദ്യത്തിന് ഒരുപാട് പേർക്ക് മൂല്യങ്ങളുള്ള ഉത്തരങ്ങൾ കിട്ടും. ചോദിച്ചോളൂ. ഓക്കെ, നമുക്ക് ഓരോരുത്തരൊന്ന് പരിചയപ്പെടാം, അതാണ് നല്ലത്. 10 പേരുണ്ടല്ലോ, അപ്പോ ഓരോരുത്തരൊന്ന് പരിചയപ്പെടുത്തുക. നമുക്ക് ആദ്യം പ്രസന്ന മാമിനെ കുറിച്ച് പറഞ്ഞോളൂ. എങ്ങനെയാണ്, എവിടെ നിന്നാണ് മാം വരുന്നത്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ പത്തനംതിട്ട ജില്ല റാന്നി ആണ് താമസം. പത്തനംതിട്ട ജില്ല റാന്നി. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് മാഡം? വീട്ടിലിപ്പോ ഞാൻ തനിച്ചേ ഉള്ളൂ. ഹസ്ബൻഡ് എന്നെ വിട്ടു പോയി. 8 മാസമായുള്ളൂ. മക്കള് ഒരു മോനും ഒരു മോളും. മോള് പാല, മോൻ കുവൈറ്റ്. അതാ എനിക്ക് ഇതൊന്നും എടുക്കാൻ ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് വെച്ചതും, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും. പക്ഷെ നമ്മൾ വിചാരിച്ച ആൾക്കാർ ഇതിൽ എത്തിയിട്ടില്ല. 100 പേരോളം നമ്മുടെ ഉണ്ട് ഗ്രൂപ്പില്, പക്ഷെ ആകെ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ. അപ്പൊ അവർക്കുള്ള ഡൗട്ടുകളും കൂടി ക്ലിയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തില്. എന്നെ പോലെ പ്രായമുള്ളവരൊക്കെ ആണെന്നൊരു സൂമോ ഒന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല. അതെ 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 അതെ. ഞാൻ പിന്നെ നമ്മുടെ അടുത്ത ഒരു മോളെ വിളിച്ചുകൊണ്ട് വന്ന ആണ് ഞാൻ ഇത്രയൊക്കെ. എന്താ പറയൂ, നമുക്ക് ഓൺലൈനിലാവുമ്പോ, അപ്പം മാഡം പത്തനംതിട്ടതാണ്, അപ്പൊ നമ്മളിരിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോ പത്തനംതിട്ടയും തൃശ്ശൂരും കണക്ട് ചെയ്യാനായിട്ട് ആകെ ഒരു വഴിയുള്ളൂ, അത് ഓൺലൈനാണ്.
ഈ സൂം പോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എല്ലാവരിലേക്കും എത്താൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെ ഗുണം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ട് നമ്മൾ സംസാരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പോ എന്ത് കറക്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ വരുന്ന 12-ാം തീയതിക്ക് മുമ്പൊക്കെ ആയിട്ട് തിരുത്തിലൊക്കെ വരുത്തി ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത്. അത് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ആയിക്കോളും. അതെ 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 12-ാം തീയതിക്ക് എത്തുമ്പോഴേക്കും നമ്മളൊരു നല്ല ധാരണ വരും ഇതെങ്ങനെ 12-ാം ചെയ്യണം. തീയതി വരെ ഉണ്ടോ? അല്ല 12-ാം തീയതി വരില്ല, നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു ക്ലാസ് കൂടി നടത്തും. അപ്പൊ ഇപ്പൊ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും കൂടി അറ്റൻഡ് ചെയ്യാമല്ലോ. അപ്പൊ നമ്മൾ ക്ലാസ് നടത്തുമ്പോ എങ്ങനെയാണ് അവിടുത്തെ ഇപ്പൊ ഇനിയിപ്പോ വേണ്ട പുസ്തകങ്ങൾ എങ്ങനെയാണെന്ന് ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ, ഭാഷ പറഞ്ഞിരുന്നു. നമുക്കൊരു ബുക്ക് വേണം, ഭഗവത്ഗീതയുടെ ഒരു ബുക്ക് വാങ്ങണം. അത് ഇവിടെ ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന് പറഞ്ഞിട്ട് പുറനാട്ടുകാരുണ്ട് തൃശ്ശൂർ ഭാഗത്ത്. നിങ്ങളുടെ ഭാഗത്ത് ഒന്ന് അന്വേഷിച്ച് നോക്കിയുള്ളൂ, 60 രൂപ വരുള്ളൂ ഓൾറെഡി ഒരു ബുക്കിന്. പുസ്തകം ഉണ്ട്. ഉണ്ട് അല്ലെ? ഇത് ശ്ലോകം വിത്ത് മീനിങ്ങോട് കൂടിയിട്ടുള്ള ഭഗവത്ഗീതയുടെ ചെറിയ പുസ്തകമാണ്. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പോ അടുത്ത ആള് എനിക്ക് തോന്നുന്നത് കൃഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒന്ന് വോയിസ് കേട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കൃഷ് എന്തോ കൃഷ് കൃഷ് ഹലോ. ഹായ് കൃഷ്, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. എന്റെ പേര് കൃഷ്ണ. അറിയാം, എനിക്ക് കൃഷ്ണനെ അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ, വലിയ സെന്റർ. ഓക്കെ, അത് നമ്മുടെ ഫ്രണ്ടിനെയാണ് കേട്ടോ. ഓക്കെ, കൃഷ്ണ എനിക്ക് അറിയാം സാറേ. കൃഷ്ണക്ക് വന്നായിരുന്നു എന്റെ അടുത്ത്. കൃഷ്ണ നന്നായിട്ട് പാരായണ സുഖമൊക്കെ ഉള്ള ഒരാളെ കിട്ടിയാൽ നന്നായിരിക്കും. ഞാൻ അപ്പോഴാണ് നമുക്ക് കൃഷ്ണക്ക് ഇതിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തത്. കൃഷ്ണ ഇത് എന്റെ ഫ്രണ്ടാണ്, അദ്ദേഹം സ്വാമി കൊടുത്താണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹം സ്കൂൾ ഓഫ് പിന്നെ 2016 ന്യൂയോർക്കില് സമാധാന സമ്മേളനമൊക്കെയാണ് ചെയ്തത്. പിന്നെ മോഡേൺ സയൻസ്, ആധുനിക സയൻസുകൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് എന്താ പറയാ, ഭഗവത്ഗീതയിലേക്ക് ഒരു പ്രവേശിക്കുക. നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാല് ഭഗവത്ഗീത ആരെടുത്താലും എനിക്ക് ഇഷ്ടമാണ്. കാരണം ഒരു സൈൻ പോസ്റ്റ് എന്നാ പറയാം, മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു പ്രവേശിക്കുക. എന്താണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞ സൈൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം സൈൻ ബോർഡുകളില്ല, ഡയറക്ഷൻ തരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതം മൊത്തം ക്ലാഷുകൾ എന്ന് പറയില്ല, ചലഞ്ചസ് ആ പ്രൊഫഷണൽ ചലഞ്ചസ് എന്ന് പറയാം അല്ലെ? ചലഞ്ചസിന് അവസാനമൊന്നുമില്ല. അതിങ്ങനെ ഒരു തര പോലെ ഒരു തര കഴിഞ്ഞ് സംസാര സാഗരം എന്നല്ല പറയാം. ഒരു തര വരും, അടുത്ത തര വരും. ഒരു തര കഴിഞ്ഞ് വന്നാൽ പറയും നമ്മൾ പറയും ദുരിതം എന്ന് പറയും. അത് കഴിഞ്ഞ് വിചാരിക്കും ഓക്കെ അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത തര വരും ഇല്ലല്ലേ? അപ്പൊ ഓരോ ചലഞ്ചസ് ജീവിതത്തിൽ ജനിക്കുമ്പോ തന്നെ ചലഞ്ചസ് ആണ്. അതല്ലേ? അപ്പൊ നമ്മള് ഈ ഓരോ ചലഞ്ചസിന് മാത്രം നോക്കുമ്പോ ഈ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണാൻ പറ്റും, നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ വേറെ ഉള്ളിൽ നോക്കുന്ന നാടിന്റെ രൂപത്തില് നമ്മുടെ ഉള്ളിൽ തന്നെ അത് മരിക്കാത്ത ഒരാളുണ്ട്. അതിന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ രണ്ടു തരത്തിലും നോക്കാം. ഭഗവത്ഗീത ഒരു തരത്തില് അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ കൂടെ ഒരു വ്യക്തിയിലേക്ക് നോക്കാം, യഷ്ടി എന്ന് പറയാൻ, സമഷ്ടി. അപ്പൊ ഒരു വലിയ എന്താ പറയാ, വലിയ കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് തീർച്ചയായിട്ടും അനുഭവ തലത്തിൽ നമുക്ക് അത്ര വരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ബോധതലം തന്നെ നമുക്ക് ഭയങ്കര വികാസം ഉണ്ടാക്കും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരും കുട്ടികളൊക്കെ ഭഗവത്ഗീത കേൾക്കുമ്പോൾ നമുക്ക് ഇത്തരം നമ്മുടെ വളരെ ക്ലാശപൂർണ്ണമായ ജീവിതം, ചലഞ്ചസ് ആണ് അല്ലെ? കുട്ടികളൊക്കെ നോക്കൂ, വളരെ പെട്ടെന്ന് ഡിസ്റ്റർബ് ആവുന്ന, അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിട്ടുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ക്ലാസ് ചൂടുള്ള ആഗ്രഹമാണ് കൃഷ്ണയ്ക്ക് ഞാൻ ലിങ്ക് ഇട്ടത് കേട്ടോ. പാരായണ സുഖമല്ല ഇവിടെ, മറിച്ച് ഒരു ബോധത്തിന്റെ ഒരു കോൺഷ്യസ്നെസ് ലെവലിലേക്ക് നന്നായിട്ട് തന്നെ കൊണ്ടുപോകും, പ്രവേശിക്കുക. പിന്നെ ഒരു പടിപടിയായിട്ട് നമുക്ക് ഗീതയുടെ ആഴത്തിലേക്ക് പോകാം കേട്ടോ. കൃഷ്ണ എന്ത് ചെയ്യണു? ഞാൻ സ്കൂളിൽ പോണുണ്ട്. അതെ, ഹെൽപ്പിംഗ് ഹാൻഡ് പോലെ. അതാണ് ഈ ലിങ്ക് ഇട്ടത്. കൃഷ്ണയ്ക്ക് അറിയാം, ഞാനിപ്പോ ഭഗവത്ഗീതയുടെ വേറൊരു ഗ്ലോബൽ ഇതിന്റെ ഒരു ലീഡറാണ്. പക്ഷെ ഇതെന്തായാലും ഫ്രണ്ടായിട്ട് ഞാനെല്ലാം പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഞാൻ ഇതിൽ വന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. അന്ന് പറഞ്ഞ HFNDയിലും കൊടുത്തിട്ടുണ്ട്.
വെരി ഗുഡ്. അത് ഞാൻ ഇപ്പം വിളിക്കുന്നു. ഇപ്പൊ നമ്മുടെ സബ്മിറ്റ് നില കഴിഞ്ഞു. ഞങ്ങൾ 6th കൺഹേക്ക് പോകുന്നുണ്ട്. ഗ്ലോബൽ വർക്കിന്റെ ബാക്കിലാണ് നമ്മൾ. അപ്പൊ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യണം, എല്ലാ തരത്തിലും പ്രൊമോട്ട് ചെയ്യണം. നമുക്ക് പല ആംഗിളുകളിൽ കേൾക്കണം, ഒന്നും പ്രശ്നമില്ല. താങ്ക് യു. വേറെ എനിബഡി ഉണ്ടോ? ഓക്കെ കൃഷ്, വളരെ സന്തോഷം. കൃഷ്, പരമാവധി നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ ഒരു കുറച്ച് പേരൊക്കെ കൊടുത്തവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ. അടുത്ത നമുക്ക് പ്രിയ മനോജ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. എന്റെ പേര് പ്രിയ മനോജ്. വീട് തൃശ്ശൂര് കൊടകരയാണ്. വീട്ടില് ഹസ്ബൻഡ്, ഞാൻ, മോനാണുള്ളത്. ഞാൻ ഹൗസ് വൈഫാണ്. മോൻ പഠിക്കാണ്. ഇത്രയൊക്കെ ഉള്ളു. ഓക്കെ. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ക്ലാസ് ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ്. ഓക്കെ. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല. ഇത് കേൾക്കണമെന്ന് തോന്നാൻ കാരണം ഫ്രണ്ടാണ് ലിങ്ക് തന്നത്. അപ്പൊ ഓക്കെ, വെരി ഗുഡ്. ഇതിനെ കുറിച്ച് അറിയണം എന്നുള്ളൊരു. തീർച്ചയായിട്ടും. അപ്പൊ ക്ലാസ് എടുക്കുന്നത് നിങ്ങളല്ല കേട്ടോ. 8-ാം തീയതി ആണ്. അദ്ദേഹം ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം നേരെ വരും. അത് ഒരു പ്രവേശിക ക്ലാസ് പോലെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആദ്യം ഉണ്ടാവും. 12-ാം തീയതി തൊട്ട് ക്ലാസ് കേട്ടോ. എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ അനീഷ് സാറാണ് ഇതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ പരമാവധി അദ്ദേഹം ക്ലാസ്സുകൾ മിസ്സായവർക്ക് വേണ്ടി അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്. നമുക്ക് മിസ് ചെയ്താൽ കേൾക്കാം. പക്ഷെ അതുകൊണ്ട് മിസ് ചെയ്യണം എന്ന് പറയില്ല. കാരണം അതൊരു അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതായിരിക്കും വന്നപ്പോ എനിക്ക് ആദ്യം ഉണ്ടായതൊരു ഡിസിപ്ലിൻ ഉണ്ടായി, അടുത്ത ചിട്ടയുണ്ടായി. നേരത്തെ എണീക്കും. ഞാൻ ആദ്യമായിട്ട് ഒരു 4 വർഷം മുമ്പാണ് ആദ്യത്തെ ഒരു ക്ലാസ്സിലേക്ക്. അപ്പൊ പുലർച്ചയായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. അപ്പൊ കറക്റ്റ് സമയത്ത് എണീക്കും, ധ്യാനിക്കും. അതാണ് ആദ്യം ഉണ്ടായത്. 2 സന്തോഷം ഉണ്ടായി. 3 നമുക്കൊരു സപ്പോർട്ട് ഉണ്ടായി നമ്മുടെ ഉള്ളിൽ നിന്നുള്ള. ഇതാണ് ഗീതയെ സംബന്ധിച്ച് പ്രായോഗിക അനുഭവത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ലെവലും കാണാം. നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, പിന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. താങ്ക് യു. അടുത്ത ആള് രാമപ്രകാശ്. രാമപ്രകാശ് എന്ന് പറയുന്ന അദ്ദേഹം ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമപ്രകാശ്, പാലക്കാടാണ്. ഗീത വളരെ നല്ല, എന്താ പറയേണ്ടത്, വളരെ നല്ലൊരു കാര്യമാണ്. കുറച്ചുകൂടി നല്ല, ഒന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നല്ല രീതിയിൽ മനസ്സിലാക്കാനും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ചേർന്നത്. ഞാൻ KSEB-യിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്തു ഈ കഴിഞ്ഞ മെയ്യില്. ഇപ്പൊ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. കൂട്ടത്തില് ഇതും കൂടി ആവാമെന്ന് വിചാരിച്ചു. സൂപ്പർ. ആക്ച്വലി ഇപ്പൊ ഞാനും സാർ കൂടി കൂടിയത് ഞാൻ പറഞ്ഞു കൊടുത്താണ്. എന്റെ ഫ്രണ്ടാണ്. പക്ഷെ ഞാൻ അഷ്ടവക്രഗീത ഞാൻ തന്നെ ക്ലാസ് എടുത്തിരുന്നു. അപ്പോ അതിന് ലിങ്ക് ഇട്ടപ്പോ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര പെട്ടെന്ന് 500,000 പേരാ, ഇത്ര അത്ഭുതം എന്താ? അപ്പൊ എനിക്ക് മനസ്സിലായി അത്രമാത്രം ആൾക്കാര് ഗീത കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് എനിക്ക് ഞാനപ്പോ സാറിന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇത്തരം കാര്യങ്ങള് ഞങ്ങളധികം വാല്യൂ ബേസ്ഡ് കുട്ടികളുടെ കാര്യത്തിലേക്കും കുറെ ശ്രദ്ധ ചെലുത്തുന്ന ചില ക്ലാസ്സുകൾ ചെയ്യാൻ ഉദ്ദേശമൊക്കെ ഉണ്ട്. അതുപോലെ സാറ് സ്വാഗതം കേട്ടോ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. സ്വാഗതം സാർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പ്രിയ മനോജ് അപ്പൊ സംസാരിച്ചു തോന്നുന്നു. പ്രിയ മനോജ് സംസാരിച്ചാണ് അല്ലെ? ഓക്കെ. റാണി PK.
മൈക്കൊന്നാണ് വീട്ടിൽ കേട്ടോ. ഞാൻ റാണി. കേൾക്കുന്നുണ്ടോ? ഓ കേൾക്കുന്നുണ്ടല്ലോ. ഏങ്ങണ്ടിയിലാണ് വീട്. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരാണ്. എന്റെ ഇളയ മോളെ വീട്ടില് 3 പെൺകുട്ടികളാണ്. ഞാൻ സാറിന്റെ അഷ്ടവക്ര ഗീത ക്ലാസ്സിൽ ഉണ്ടായിരുന്നാണ്. ഓക്കെ. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 5-ാം തീയതി നാട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അടുത്ത 11 തൊട്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്യാം. പിന്നെയും ഇങ്ങോട്ട് തിരിച്ചു വരും. എന്നാലും ഇപ്പൊ ബാംഗ്ലൂരാണ്. ആണല്ലേ? സന്തോഷം. എനിക്ക് വളരെ തിരക്കുണ്ടായിരുന്നു അഷ്ടവക്ര ഗീത. അത് എന്നും അനിയത്തിയോട് ചോദിക്കായിരുന്നു, സാറെന്താ വരാത്ത, പിന്നെ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സ്വാമി മുക്താനന്ദനെ കംപ്ലീറ്റ് ഏൽപ്പിച്ചു. അപ്പൊ അദ്ദേഹം കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആ വർക്ക് തീർത്ത് തരും. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ അറിയാന്ന് പറഞ്ഞപ്പോഴാണ് ഒരുപാട് ഗീതയുടെ ബ്ലോഗിൽ കുറെ വർക്കുകളുണ്ട്. അറിയാം, കുറെ വർക്കുകൾ. ഞാൻ ഹൈദരാബാദിൽ പോവാണ് മറ്റന്നാള്. ഒരുപാട് വർക്കുകൾ ഇൻവോൾവ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഗീത ഇത്തരം വിസ്ഡം എന്ന് പറയും ഗ്രന്ഥങ്ങള്. നമ്മുടെ ഒരു പെർട്ടിക്കുലർലി എന്നെ സംബന്ധിച്ച് കുട്ടികളുടെ കേസിലാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു മൂല്യബോധം ഉണ്ടാവണം. ഞങ്ങളിപ്പോ ഞങ്ങളുടെ വർക്ക് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയുള്ളത്. അതിന്റെ ഒരു സബ്മിറ്റ് ഇന്നലെ കഴിഞ്ഞു. 4-ാം തീയതി വരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇത്തരം എന്താ പറയാ ഗീതയോട് താല്പര്യമുള്ളവർക്ക് കൂടുതൽ കൊടുക്കുക. ഈ ക്ലാസ്സിനെ നന്നായിട്ട് ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറ് 30-ാം തീയതി വളരെ ഭംഗിയായിട്ട് എന്റെ ഈ അഷ്ടവക്ര ഗീതയുടെ പ്രാരംഭ ക്ലാസ് എടുത്തത് അദ്ദേഹം ഓർമ്മയുണ്ടോ? അല്ല, അപ്പൊ ഞാൻ ഉണ്ടായിരുന്നില്ല, ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ് തുടങ്ങി വെച്ചത് അദ്ദേഹം. ഞാൻ 3 ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, 2-ാം തീയതി ഉണ്ടായിരുന്നു അല്ലേ ജനഗണനെ കുറിച്ച്. ഓക്കെ, ഫൈൻ. പിന്നെ ആരാ സാർ വിളിച്ചോളൂ. പ്രസന്ന സുരേഷ് കഴിഞ്ഞോ? എക്സ്ക്യൂസ് മീ. ഗീത. സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്യോ? ഗീത സിസ്റ്റർ. ഗീത സിസ്റ്റർ എന്താ? ഓക്കെ. പിന്നെ ഓക്കെ, സുബ്രതൻ. നമസ്തേ. അറിയാലോ, സുബ്രതൻ എന്നെ അറിയാലോ. എനിക്കറിയാം. അമ്പലൂര് സെന്റർ. വെരി ഗുഡ്. ഗീത സ്വാമിയുടെ കേൾക്കൂ കേട്ടോ. ഓക്കെ. അപ്പൊ പ്രത്യേകിച്ച് സ്വാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തില് ഞാനത് ടീച്ചറോട് ഗീത സിസ്റ്ററോട് പറയാം. മൈക്ക് മ്യൂട്ട് ചെയ്തോ കേട്ടോ സിസ്റ്റർ. ഞാനിതില് മുക്താനന്ദ എഴുതിയെ പ്രൊമോട്ട് ചെയ്യാൻ ഈ ക്ലാസ്സിലേക്ക് വരാൻ കാരണം കേരളത്തിലൊരു മഹാഗുരു ഉണ്ട്, അദ്വൈത ദർശനം. എന്താണ് നാരായണ ഗുരു എന്ന് പറയാം. ഓക്കെ, അപ്പോ മുക്താനന്ദയതി ഗുരു നിത്യ ചൈതന്യയതിയുടെ പരമ്പരയിലുള്ള ഒരാളാണ്. അപ്പൊ നാരായണ ഗുരു ആരുടെ പരമ്പരയെ ചോദിച്ചാൽ കേരളക്കാർക്ക് അറിയണമെന്നില്ല. ശങ്കരനുണ്ട്, ശങ്കരാചാര്യര് അല്ല, ശങ്കരാചാര്യര് വിവേക ചൂടാമണിയും സൗന്ദര്യലഹരിയൊക്കെ എഴുതി. അപ്പൊ ശങ്കരാചാര്യരുടെ സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യം ഗുരു നിത്യ ചൈതന്യയുടെ അഭിപ്രായത്തില് അദ്വൈത ദർശനത്തിന് ഊട്ടി ഉറപ്പിക്കലായിരുന്നു. അദ്വൈത ദർശനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസ്ഥാനത്രയം എന്ന് പറയും. ഉപനിഷത്തുകള്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, വേദത്തിന്റെ അന്തം, വേദാന്തം അല്ലെങ്കിൽ വേദാന്തം പറയാം. അപ്പൊ എങ്ങനെയാണോ ഭാരത ദർശനത്തിന് സമഗ്രമായി പഠിക്കുകയാണെങ്കിൽ അതിന് 3 തൂണുകൾ പറയാം, താങ്ങി നിർത്തുന്നത്. ഇത് പഠിച്ചാൽ മതി. ഒന്ന് ബ്രഹ്മസൂത്രം, സൂത്രം എന്നാ പറയാം. അതും ഈ ഇത്ര കാര്യങ്ങളൊക്കെ ഒരു 300 ശ്ലോകങ്ങളാണ്.
യോഗസൂത്രം പതഞ്ജലി യോഗസൂത്രം ആയിക്കോട്ടെ, അഷ്ടാവക്ര ഗീത ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയിലും കൊണ്ടുവച്ച രീതി ഗുരുവൊക്കെ എത്തുന്ന പഠിക്കുമ്പോഴാണ് വ്യാഖ്യാനിക്കാനുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാകുക. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് ഈ പ്രസ്ഥാനത്രയത്തെ ബ്രഹ്മസൂത്രമായിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, ഉപനിഷത്തുകളായിക്കോട്ടെ, അതൊരു കുടുംബത്തിൽ നിന്ന് പഠിച്ച ഒരാളാണ് ഈ സ്വാമി മുക്താനന്ദ. ആ ഒരു വീക്ഷണവും കിട്ടണം. പ്രത്യേകിച്ച് നാരായണഗുരുവിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ശങ്കരന് ശേഷം അദ്വൈത വേദാന്തത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി വന്ന പ്രൊഫസറാണ് അദ്ദേഹം എന്താണെന്ന് പറയുന്നത്. സാമ്പിൾ അദ്വൈത ദീപിക തൊട്ട് ആത്മാവത ശതകം വരെ അദ്ദേഹത്തിന് 2 ഭാഗമായിട്ടുള്ള കൃതികളുണ്ട്. ഒന്ന് അദ്വൈത ദർശനത്തെ ഊട്ടിയുറപ്പിക്കുന്ന കൃതികൾ, അതൊന്ന്. പിന്നെ സ്വാമി എവിടെയാണ്, വർക്കലയാണോ? അല്ല, അദ്ദേഹം ഇപ്പോ ഇടുക്കി എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, അവിടെ അദ്ദേഹം സ്കൂൾ ഓഫ് വേദാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം വരുന്നത് വർക്കലയല്ല, ശിവരമഠമായിട്ടുമല്ല. നാരായണഗുരുവിന്റെ കാലത്ത് നടരാജഗുരു നാരായണഗുരുവിന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നിത്യചൈതന്യൻ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഒരു വർക്കല ശിവരിയായിട്ട് പക്ഷെ പലപ്പോഴും അത് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ അമേരിക്കയിലുള്ള നാരായണഗുരു ദർശനങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്നവര് അദ്ദേഹത്തിന്റെ പ്രഭാഷകനായിട്ട് വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന് 10 വർഷത്തെ വിസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 മാസമൊക്കെ അദ്ദേഹം അവിടെ പോയി പ്രഭാഷണങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ ഇപ്പൊ എനിക്കിതില് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നത് നാരായണ ദർശനങ്ങൾ പോലും നമുക്കറിയില്ല, അദ്വൈത ദർശനം. അപ്പൊ ഇത് സമഗ്രമായിട്ട് ഒരു കേരളീയരെ സംബന്ധിച്ച് നാരായണഗുരു ദർശനം, ചട്ടമ്പി സ്വാമികള്, ഇനിയിപ്പോ കേരളം വേണ്ട, സഹ്യം കഴിഞ്ഞ മഹർഷി, എത്രയോ ഗുരു പരമ്പരകൾ നമുക്കുണ്ട് ഉണ്ടല്ലോ. അപ്പൊ അവരിലൂടെയും അദ്ദേഹത്തിന്റെ എന്താ പറയാ ആ ഒരു ഗുരു പരമ്പരകളിൽ വന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമുക്ക് ഗീതയായിക്കോട്ടെ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയ ഗ്രന്ഥങ്ങളിലേക്ക് പോകാനുള്ള ഒരു എന്താ പറയാ ഒരു ബേസ് ആയിട്ട് നമുക്ക് ഇത്തരം ദർശനങ്ങളിൽ കൂടെയാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുക. അതെനിക്ക് വളരെ സന്തോഷമായി. പലർക്കും നാരായണഗുരുവിനെ അറിയില്ല എന്താണ് അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വാക്കറിയാം, എന്താ പറയാ മതമില്ല, ജാതിയില്ല, അല്ലെങ്കിൽ ഇതൊക്കെയാണ് കുറെ കാര്യങ്ങൾ. 90% ഒരു സ്റ്റാൻസ് അറിയുന്നവരെ വളരെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ആചാര്യരെടുക്കാം, ആചാര്യരാണെങ്കിൽ അദ്ദേഹം കൂട്ടിയും ഞാനും അന്നത്തെ ഗുരു നിത്യ ചൈതന്യന്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹമൊക്കെയാണ് നമുക്ക് വഴി കാണിച്ചത്. ഇവര് ഈ ഗുരു പരമ്പരകളൊക്കെ സ്പർശിച്ചു പോയിട്ടുള്ളവരവരൊക്കെ. അപ്പോഴാണ് നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു മൂല്യബോധം നമുക്കുണ്ടാവും. ഇതൊക്കെയാണ് അവരുടെ കൃതികൾ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിനെ നല്ല ഭംഗിയില് അദ്വൈതം എന്താണ്, ആചാര്യർ എവിടെയായിരുന്നു, അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഭഗവത്ഗീത എടുക്കുകയാണെങ്കിൽ അതിന് ഉപനിഷത്തിന്റെ സാരാംശങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, പല ഭാഗത്തുണ്ട്. ഇതിന്റെ ഒരു എസൻസ് ആണ് ഭഗവത്ഗീത. ഓക്കെ, ഈ പറയുന്ന ദർശനങ്ങളുടെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഇംഗ്ലീഷ് പറയും ക്യൂന്റ് എസൻസ്, ഇത് ഏറ്റവും എസൻസിലോട്ട് വരുന്നതാണ് ഗീത. അപ്പൊ അത് ഒരു തരത്തിൽ എങ്ങനെ ഇത്തരം ദർശനങ്ങൾ അറിയുന്നവരെ സ്പർശിച്ചവരിലൂടെ പോകുമ്പോൾ നന്നായിരിക്കും, നല്ലൊരു ഐഡിയ നമുക്കുണ്ടാവും. മാത്രമല്ല നമുക്ക് ഈ പ്രായത്തിലൊക്കെ പല ദർശനങ്ങളെ കുറിച്ചും ഒരു അറിയാനും വളരെ ആഴത്തിലല്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനൊക്കെ കോട്ട് ചെയ്യാൻ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ആ രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് നന്നായിരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം. അടുത്തത് രേഖ പ്രമോദ്, സംസാരിച്ചോളൂ രേഖ. ഹലോ. ആ നമസ്കാരം. ആ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ആ ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാണ്?
തൃശ്ശൂർ തന്നെ പ്രോപ്പറായിട്ട് പറയാ പന്നിത്തടം എന്നാണ് പറയാ. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഈ അനീഷ് സാറിന്റെ വൈഫ് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഓ റൈറ്റ് റൈറ്റ്, ഓക്കെ റൈറ്റ്. അങ്ങനെ ഞങ്ങൾ പ്ലസ് ടു ഒന്നിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ശരി ശരി. അപ്പൊ ഇവിടെ പന്നിത്തടത്താണ് വീട്. പിന്നെ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യണത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗീത ക്ലാസ് കേൾക്കാറുണ്ടോ, അല്ലെങ്കിൽ ഗീത ആദ്യമായിട്ടാണ് ഗീതയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ഇങ്ങനെ ഒരു തീരുമാനം ഉള്ളിൽ വരുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വീട്ടില് നാരായണീയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ ഗീത ഇതുവരെ ആരും ഇതുവരെ അങ്ങനെ പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് മാത്രം. ഗീത പല ഇപ്പോ സൗദി അറേബ്യയിൽ ഇപ്പോ സർക്കാർ സ്കൂളുകളിലും ഗീത സിലബസ് ആക്കി കഴിഞ്ഞു. അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലും മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഭാഗമാക്കി കഴിഞ്ഞു. കാരണം നമുക്ക് തന്നെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തെ നേരത്തെ ഞാൻ പറഞ്ഞു 13ാമത്തെ അധ്യായത്തിന്റെ പേരാണ് ക്ഷേത്രജ്ഞ വിഭാഗമില്ല. അങ്ങനെ ചിന്തകളൊക്കെ ഒരുപാട് മാറും. അപ്പൊ എന്താ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ അവതരിപ്പിക്കുന്നത് 24 തത്വങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങി ജ്ഞാന ഇന്ദ്രിയങ്ങളായ 24 തത്വങ്ങൾ. അന്ന് ക്ഷേത്രം അതൊരു ഫീൽഡ് എന്നാണ് ഇംഗ്ലീഷിൽ വാക്ക്. ക്ഷേത്രജ്ഞമാരാ അതിനുള്ളിൽ അതിന് പ്രകാശം കൊടുക്കും. അതിനൊക്കെ ചലിപ്പിക്കുന്ന ആത്മാവാണ്, അല്ലെങ്കിൽ അന്തര്യാമിയാണ്. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. ശരിക്കും ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും എല്ലാ പൗരാണിക ഗ്രന്ഥങ്ങൾ എടുത്താലും സംസാര സാഗരം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? സാഗരം ജീവിതത്തിനെ സാഗരാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം അവിടെ നമ്മളെപ്പോഴും ഒരു വലിയ അറിവ് അല്ലെങ്കിൽ വലിയ ബോധത്തിലേക്ക് പോകാൻ കാരണം ദുരിതങ്ങളായിരിക്കും. അപ്പൊ ആദ്യത്തെ ചിന്തകൾ 6000 വർഷം മുമ്പൊക്കെയാണ് ഇത്തരം വിസ്ഡം ഗ്രന്ഥങ്ങൾ. അപ്പൊ ഈ ദുരിത ചിന്തയിൽ നിന്നാണ് മനുഷ്യൻ എന്താ പ്രശ്നം, ഞാൻ ആരാ, എന്തുകൊണ്ട് ഇത് ഉണ്ടായി എന്ന ചിന്തകൾ വരുന്നത്. ഭഗവത്ഗീത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിന്മയാനന്ദസ്വാമിയുടെ ഒരു വ്യാഖ്യാനത്തിൽ പറയാണ് 18 അധ്യായങ്ങളെ 3 വിഭാഗമായിട്ട് തിരിക്കാം. ഒറ്റ വാക്കിൽ തത്വമസി എന്ന് പറയാം. എന്താ തത്വമസി? അത് നീയാകുന്നു. ഏത്? ഈ ക്ഷേത്രജ്ഞനായിട്ടുള്ള പരമമായിട്ടുള്ള അന്തര്യാമി നീ തന്നെയെന്ന് പറയുന്നത്. പറഞ്ഞുകൊണ്ടായില്ലല്ലോ, നമുക്ക് അനുഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 18 അധ്യായങ്ങളെ 3 വിഭജിക്കുകയാണെങ്കിൽ 6 എടുക്കാം. ആദ്യത്തെ 6 ത്വമിനെ കുറിച്ചാണ്. നീ എന്താണ് നിന്റെ രൂപം, ഒരു വ്യക്തി എങ്ങനെയാണ്, എന്താണ് അവന്റെ മനസ്സ്, ബുദ്ധി, ചിത്തം, അതൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ദുരിതങ്ങൾ ഉണ്ടാവുന്നത്, സംസ്കാരങ്ങൾ അവർക്ക് പറയാം. സംസ്കാരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഒരു വിശകലനമാണ് ആദ്യത്തെ 6 അധ്യായം. തത്വം. പക്ഷെ അതിനുള്ളിലിരിക്കുന്ന തത്വമായിട്ടിരിക്കുന്ന നിരന്തരമായിട്ടിരിക്കുന്ന അന്തര്യാമിയായ നിരന്തരമായ മരണമില്ലാത്ത ഒന്ന്, അതാണ് തത്വം. അതാണ് അടുത്ത മനസ്സിലാക്കുക. അസ്മി എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്യാം. ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും അതിന്റെ ഒരു റൂട്ട് എന്ന് പറയാം. ധാതു എന്നുള്ള സംസ്കൃതത്തിൽ പറയാം. ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ ദിഫ് എന്ന ധാതു, അതാണ് അതിന്റെ റൂട്ട്. ദിഫ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. പ്രകാശിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഓക്കെ, ആ രീതി. അപ്പൊ വാക്കിലെ വൈഖരി എന്ന് പറയുന്ന സംസ്കൃതം, വൈഖരി എന്ന് പറഞ്ഞാൽ മാത്രം 3ാമത്തെ രൂപമാണ് വാക്കിന്റെ വൈഖരി. വൈഖരി എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ സംസ്കൃതത്തില് ഒരു ധാതു, അതിന്റെ അതിന്റെ റൂട്ട് നിലനിരുന്നത്. അപ്പൊ ആരൊക്കെ ഇപ്പൊ ദൈവം എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ആ റൂട്ടിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരേ ചിന്തയിലുള്ള പ്രകാശിക്കുന്നതാണ്, പ്രകാശിപ്പിക്കുന്നതാണ്. പിന്നെ വ്യാഖ്യാതാക്കൾക്ക് അവരുടേതായിട്ടുള്ള ആത്മനിലയിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ അസ്മി എന്ന് പറയുന്നത് യോഗം എന്ന വാക്കിനെ പൂരിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ നമ്മളെ കുറിച്ച് പറയുമ്പോൾ
ദുരിതങ്ങൾക്ക് മെയിനായിട്ട് നമുക്കൊന്നും ഇല്ല അല്ലെ. നമ്മള് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകും, പ്രശ്നങ്ങൾ വരും, ഒരു പ്രശ്നം കഴിഞ്ഞാൽ മറക്കും, വീണ്ടും പിന്നെ അടുത്ത പ്രശ്നം വരും. അപ്പൊ ചിന്തിക്കും ഇതെന്താ ഈ ജീവിതമൊക്കെ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ഉത്തരവായിട്ടാണ് ഭാരതീയ ബോധശാസ്ത്രത്തിൽ യോഗത്തെ കൊണ്ടുവച്ചത്. നമ്മൾ 18 ചാപ്റ്റേഴ്സ് എടുത്താൽ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും അവസാന ഭാഗം എന്താണെന്നറിയാം? അർജുന വിഷാദ യോഗ, രണ്ട് സാംഖ്യ യോഗ, 4 ജ്ഞാന യോഗ, കർമ്മ സന്യാസ യോഗ, 6ാമത്തെ ചാപ്റ്റർ ധ്യാന യോഗ, വിജ്ഞാന യോഗ, അക്ഷര പരബ്രഹ്മ യോഗ, 9 രാജവിദ്യ യോഗ, വിഭൂതി യോഗ, എല്ലാ യോഗ. അവസാനം മോക്ഷ സന്യാസ യോഗ 18ാമത്തെ ചാപ്റ്റർ. ഈ 18 ചാപ്റ്ററിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മളെ തന്നെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളിലുള്ള 3 ഭാഗങ്ങൾ, ഓക്കെ, സ്ഥൂലമായ ശരീരം, സൂക്ഷ്മമായ ശരീരം, കാരണമായ ശരീരം, അതിനൊക്കെ പ്രകാശിപ്പിക്കുന്ന അന്തര്യാമിയായിട്ടുള്ള ക്ഷേത്രജ്ഞൻ. അപ്പോഴാണ് നമുക്ക് ഈ ക്ഷേത്രം എന്താണ്, വിഗ്രഹം എന്താ അർത്ഥം? വിശേഷണ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം. അപ്പൊ ഇതിനൊക്കെ പറയുന്നത് ഭഗവത്ഗീത ഒരു സൈൻ പോസ്റ്റാണ്. എന്താണ് സൈൻ പോസ്റ്റ്? അതിന്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഹൃദയമേ പശ്യസി, ഹൃദയത്തിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ് എന്റെ ഡയറക്ഷൻ. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇതിന്റെ ഉത്തരം, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കർമ്മമായത്. അപ്പൊ 18ാമത്തെ അധ്യായത്തിലെ ഒരു ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ അത് ഞാനിലേക്ക് പോകുന്നില്ല. ഓരോ അധ്യായങ്ങളിൽ ഇപ്പൊ കർമ്മ എന്ന വാക്കെടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ അധ്യായത്തില് 8, 13 വേറെ വേറെ അർത്ഥങ്ങളാ വരിക. ഒരു തരത്തില് ഗീത ഒരു പാരഡോക്സ് പറയും, ഭയങ്കര ഉഭയഭാവിത്വമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ ഒക്കെ കീഴിലിരുന്നുകൊണ്ട് മരണം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ കുറെ കൂടിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് അതിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഭഗവത്ഗീത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം തിരിച്ചറിയുക, ശാസ്ത്രീയമായിട്ട് തിരിച്ചറിയുക. വളരെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇംഗ്ലീഷിൽ അറിയില്ല. ശാസ്ത്രം, സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് സീക്സ് സർട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിർണയാത്മകമായ എന്തോ പുറത്തേക്ക് പോകുമ്പോൾ തൊട്ട് നോക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ സ്വയം നിർണയത്തെ, ആത്മനിർണയത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് കൃത്യമായ വിവച്ഛേദിച്ച് അതിലൊരു രീതിശാസ്ത്രീയമായിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതൊരു പാരായണ സുഖം മാത്രമല്ല, കൃത്യമായ ഒരു പഠനം. അതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്തിനുള്ള മരിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ അതിനെക്കുറിച്ച് നിരന്തരമായ സ്നേഹിക്കലാണ് സ്വാധ്യായം. പല അർത്ഥങ്ങളുണ്ട് സ്വാധ്യായത്തിന്. ഇന്ന് നമുക്ക് വളരെ എളുപ്പമാണ്, കാരണം ഗൂഗിളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാക്കിന്റെ അർത്ഥം കിട്ടും. പക്ഷെ ഒരു സംസ്കൃതത്തിന്റെ ഒരു പ്രശ്നമാണ്, ഒരു ഫ്രൈസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ പല ഭാഗത്ത് പല അർത്ഥം വരാം. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ഭഗവത്ഗീത എടുത്തിട്ടുള്ളത് നമ്മൾ തിരിച്ചറിയാൻ ആദ്യത്തെ 6 അധ്യായങ്ങളിലൂടെ അതിനുള്ളിലുള്ള എന്നെ നിരന്തരമായിട്ട് ഞാൻ എന്തോ അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ അഷ്ടോത്തരം ഗീതകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അസി അതങ്ങനെ യോഗം ഉണ്ടാക്കാം. യോഗം എന്ന് പറഞ്ഞാല് എന്നിലുള്ള നിരന്തരമായ ഒന്നും എന്റെ ബോധം എന്ന് പറയുമ്പോ അത്ര ശരിയാവില്ല. അതാണ് യോഗം. അല്ലെങ്കിൽ ജീവാപരമാത്മാവൊക്കെ നീ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃത്യമായ നമ്മളെ കുറിച്ചുള്ള ഒരു അവലോകനം, അതെങ്ങനെ ജീവിതത്തിലേക്ക് പകർത്താം എന്നുള്ളതാണ് ഇതിനകത്ത് ഭഗവത്ഗീത. സുബീഷ് സാറിന്റെ തപ്പില്ല. സുബീഷ് സാർ സുബീഷ് മൈക്രോൺ വീഡിയോ സാർ. സുബീഷ് സാർ മൈക്രോൺ വീഡിയോ. സാർ അനീഷ് സാർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതില് ആവുന്നില്ല. സാർ കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ, മൈക്രോൺ ടച്ച് ചെയ്യാൻ കഴിയില്ല സാറേ. ഇല്ല, അതിലാവുന്നില്ല, അൺമ്യൂട്ട് ആവുന്നില്ല. സ്നേഹലത മാഡം, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് സ്നേഹലത, കൊല്ലം ചിറക്കര.
വീട്ടില് ഞാനും ഹസ്ബൻഡും എന്റെ അമ്മയുമാണ്. ഒരു മോനേ ഉള്ളു, അവൻ വെളിയിൽ സിംഗപ്പൂരിലാണ്. എനിക്ക് മെഡിറ്റേഷന്റെ കൂടെ തന്നെ ഈ ഭഗവത്ഗീതയുടെ ആ അർത്ഥങ്ങൾ മനസ്സിലാക്കി പോകാനൊന്നും ഒത്തിരി നാളുകൊണ്ടേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടിട്ടും നമുക്ക് അതിനനുസരിച്ചൊരു സമയം ക്ലിപ്തപ്പെടുത്തി കിട്ടാനും എനിക്ക് പറ്റുന്നില്ല. കാരണം ഈ ടൈം തന്നെ ചിലപ്പം മെഡിറ്റേഷന്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ ചിലപ്പം ചെയ്യേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങുകൾ കാണും. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ഒരു ടൈം എനിക്ക് പറ്റുമോ ഇല്ലയെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കയറാനും പറ്റി. ഇനിയുള്ള ക്ലാസ്സുകളിൽ എനിക്ക് കയറാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കാരണം ഭഗവത്ഗീതയുടെ അർത്ഥം അറിയാൻ തക്കവണ്ണമുള്ള ബോധതലമൊന്നും എനിക്കുണ്ടോന്ന് അറിയത്തില്ല. കാരണം അത് സാറൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഞാനില്ല പകച്ചിരുന്ന് കേൾക്കുന്നത് പോലെയാണ്. കാരണം അതിനകത്തുള്ള മൊത്തത്തിൽ ആ മൂല്യം, ആ ഈശ്വരൻ എന്നുള്ള സത്തയെ അറിയുക എന്നുള്ളതാണെങ്കിലും അതിലേക്കുള്ള ജ്ഞാനം ഭയങ്കര വളരെ വലുതാണ്. അത് നമുക്കത് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് പേടിയാണ്. പക്ഷെ എങ്കിലും അതിന്റെ ഒരു അംശമെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നും, കാരണം അതെനിക്ക് എന്റെ ജീവിതത്തിൽ മാത്രമല്ല ഇനി വരുന്നൊരു തലമുറയ്ക്ക്, നമുക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ അതിന്റെ ഒരു അംശമെങ്കിലും നമുക്ക് കൊടുത്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ കൂടുതലും ഇതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് കയറിയത്. എത്രത്തോളം അതെനിക്ക് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. അതാണ് അതിന്റെ ഒരു കുഴപ്പം. ആൻസർ ഞാൻ ധ്യാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ധീ എന്ന വാക്കുന്നാണ് ധ്യാനം വരുന്നത്. ഓക്കെ, ധീ എന്ന് പറഞ്ഞ വാക്ക് ആദി ശക്തി എന്നൊരു അർത്ഥമുണ്ട്. അയനം ഒരു വാഹനം എന്ന് പറയാം. പക്ഷെ നമ്മുടെ ബോധത്തെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രം വെച്ചാൽ ഞാൻ പറഞ്ഞതല്ലേ, ഒരു ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന 13ാമത്തെ ഇതിൽ പറയുന്നുണ്ട്. അതിലേക്കൊരു യാത്രയാണ് ശരിക്കും ധ്യാനം. യോഗത്തിലേക്കൊരു യാത്രയാണ് ധ്യാനം. സത്യം പറഞ്ഞാൽ ആനുഭവിക ലോകത്തേക്ക് പോകണമെങ്കിൽ ധ്യാനം ഇല്ലാതെ ബുദ്ധിമുട്ടാണ്. വലിയൊരു കാര്യമാണ്. കാരണം പറഞ്ഞു കേൾക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. ഭഗവത്ഗീത മൊത്തം സൂത്രങ്ങളാണ്, എല്ലാ സൂത്രങ്ങളല്ലേ. അന്ത്യജീവി അല്ലെ, തത്വമസി എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അപ്പോ തീർച്ചയായിട്ടും ധ്യാനവും വേണം ചെയ്യുന്നത് കറക്റ്റാണ്. ധ്യാനിക്കുക. ഓക്കെ, രണ്ട് വേണം പറഞ്ഞത് വളരെ ഭംഗിയായിട്ടൊരു കാര്യം പറയാ വെച്ചാല് ഈ ഒരു വാക്കിനും കൃത്യമാണ്. ഞാൻ വൈഖരി എന്നാണ് സംസ്കൃതത്തിൽ വാക്കിന്. നമ്മുടെയൊക്കെ കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കിനെ നമുക്ക് ദൈവം പലർക്കും പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇംഗ്ലീഷിൽ അതിന് എറ്റിമോളജി എന്ന് പറയും. ഓരോ വാക്കിനൊരു റൂട്ട് ഉണ്ട്. വൈഖരി എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ കൃത്യമായ റൂട്ടുണ്ട്. അതിനെ ധാതു എന്ന് പറയും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരേ ആ ഒരു വൈഖരി എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു പ്രപഞ്ചമുണ്ട്. അത് കറക്റ്റായിട്ടൊരു ധാരണയുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഭഗവത്ഗീതയിൽ വരുന്ന ഗുണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നോക്കൂ, ഞാനൊരു വാക്ക് പറയാം. ധർമ്മം, കർമ്മം, യജ്ഞം. കർമ്മം എന്നുള്ള വാക്ക് അകർമ്മം, വികർമ്മം ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലെ? ഭഗവത്ഗീത ഇത് വളരെ വ്യക്തമാക്കി തരും. എന്താ യജ്ഞം? ഇപ്പൊ വീണ്ടും 13ാമത്തെ അധ്യായം എടുക്കാം. ക്ഷേത്ര വിഭാഗയൊക്കെ എടുക്കുമ്പോ ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന പരമമായിട്ടുള്ള ഒന്ന്, അതിലേക്കുള്ള ബോധതലത്തിലുള്ള അല്ലെ, അതിലേക്കുള്ള ഒരു അർപ്പണമാണ് യജ്ഞം. അതിലേക്കുള്ള ഒരു യാത്രയാണ് ഒരു തരത്തിൽ ഭയങ്കര ലൂസിലി ട്രാൻസ്ലേറ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ യജ്ഞവും അഗ്നിയായിട്ട് ബന്ധപ്പെടും. ഇതൊക്കെ പിന്നെ ആചാരങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഹോമകുണ്ടങ്ങളൊക്കെ വരുന്നത്. മനസ്സിലായി? അപ്പൊ പണ്ട് എനിക്ക് ഒരിക്കലും ഓർമ്മയുണ്ട്. ഗുരുവിന് തൃശ്ശൂര് വളരെ വർഷം മുമ്പ് വന്നിട്ട് ഇദ്ദേഹം ചെറിയൊരു ഹോമകുണ്ട്, പ്രാർത്ഥനയൊക്കെ എങ്ങനെ ചൊല്ലാം. അദ്ദേഹം വളരെ മൗനമായിട്ടിരുന്നു. ഇതുപോലെ കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ അഗ്നി മുകളിലേക്ക് പോവാം. അഗ്നിക്ക് 5 നാക്കുകളുണ്ട്, കാളി, കരാളി എന്നൊക്കെ പറഞ്ഞ് വളരെ കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹം കൊണ്ടുപോയത്. ഇപ്പൊ ഗീത വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അഗ്നിക്ക് സൂക്ഷ്മമായ അഗ്നിയുണ്ട്, പല പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പൊ ആ അഗ്നി എന്നൊക്കെ പറയുമ്പോൾ ഭക്തിമാർഗമൊക്കെ എടുക്കാം. അപ്പൊ ഭക്തി യോഗമുണ്ട് അതിന്. ഭക്തി എടുക്കുമ്പോൾ നമ്മുടെ ചിന്ത നിരന്തരമായിട്ട്
എന്താ പറയാ ആത്മലോകത്തിലേക്ക് അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ പോയി ആ ലോകത്തേക്ക് സ്പർശിക്കുമ്പോൾ സാലോക്യം എന്ന് പറയും. സാലോക്യം എന്ന് പറഞ്ഞാൽ ആ ലോകത്തോട് അതിന്റെ അടുപ്പം ഉണ്ടാവും, സാരൂപ്യം ഉണ്ടാവും, കേട്ടിട്ടുണ്ടാവും അല്ലെ, സായുജ്യം ഉണ്ടാവും. ധ്യാനം ചെയ്യുമ്പോഴാണ് അകത്തേക്ക് പോകുന്ന ലോകത്തിനോട് അടുക്കുകയും നിരന്തര ധ്യാനം ചെയ്യുമ്പോൾ അതിനോട് സായുജ്യത ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അനുഭവത്തിന്റെ ദൈവികമായ അനുഭവം ഉണ്ടാവുക. ദൈവമല്ല, ദൈവികതയുടെ അനുഭവം ഉണ്ടാകാൻ തുടങ്ങും. കേൾവി ശ്രവണം മാത്രമാണ് അല്ലെ, ശ്രവണം, മനനം, നിധിധ്യാസനം അങ്ങനല്ലേ പറയാം. അത് മൂന്നും ചേരുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കിത് മൂന്നിനെയും എന്താ പറയാ കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ കഴിയില്ല. ഇത് മൂന്നും കൂടി ഒരുമിച്ച് അപ്പോഴാണ് അതിന്റെ പരിപൂരകമായിട്ടുള്ള അവസ്ഥ വരിക. പലരും അങ്ങനല്ല, ശ്രവണം മാത്രം കേട്ട് പോകുന്നവരുണ്ടാവും. അതുകൊണ്ട് ആയില്ല. ശ്രവണം ചെയ്യണം, മനനം ചെയ്യാൻ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയുന്നവരും ഗുരു സാന്നിധ്യത്തിൽ ഇരുന്നവരെ കേൾക്കണം. അത് മുഴുവനും വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ധ്യാനാവസ്ഥയിൽ മനനം ചെയ്യാം. ഓക്കെ, ചില വഴികളൊക്കെ ഒരു വിട്ടിത്തരും, ചില വാക്കുകളൊക്കെ അർത്ഥം നമുക്ക് തോട്ടിക്ക് നോക്കണ്ട, മനസ്സിലായത്. നമ്മൾ സംസ്കൃതം പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ആർക്കും സംസ്കൃത പാണ്ഡിത്യമൊന്നുമില്ല. വിദ്യാഭ്യാസം ഒരു തലത്തില് അതിനെ ആനുഭവിക തലത്തിലേക്ക് കൊണ്ടുപോകില്ല. മേഡം പറഞ്ഞത് കറക്റ്റാ, ധ്യാനിക്കുന്നത് എന്നുള്ളത് കേട്ടതിനോട് സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. സുലോചന മാഡം. സുലോചന മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഷാര മാഡം. എനിക്കറിയാം, സ്റ്റുഡന്റ് ഷാരൊക്കെയാണ് നമ്മളെ ക്ലാസ് ബുക്കുകളൊക്കെ പറഞ്ഞ് പ്രചോദിപ്പിച്ച ഒരാള്. ഷാര പാരായണം ചെയ്യുന്ന ഒരാളാണ്. പാരായണത്തിന് വേണ്ടി ടീം നല്ല ഭംഗിയായിട്ട് പാരായണം വെച്ചു. ഷാര മാഡം ലൈനിലില്ലേ? അൺമ്യൂട്ടേഡില്ലേ? ഓക്കെ ഓക്കെ. നമസ്തേ. നമസ്തേ. ഞാന് ഇവിടെ അഷ്ടവക്ര ഗീത ഉണ്ടായിരുന്ന പിള്ളേരുന്നതാ. അപ്പൊ കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ പരിചയമുണ്ട്. പിന്നെ സ്വാമിജി തന്നെയായിരുന്നു അന്നത്തെ ക്ലാസ്സും ആദ്യത്തെ ക്ലാസ് എടുത്തിരുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷം. ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് അനാഥരാവില്ല, സാറ് സ്വാമി അത് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് തരും കേട്ടോ. എനിക്ക് അതൊരു വിഷമമുണ്ടായിരുന്നു. ഞാൻ എന്റെ എന്താ പറയാ എന്റെ ജോലി വേറെ കുറെ ഗീതയുടെ വർക്കുകളൊക്കെ നല്ല ബിസി ആയിപ്പോയി. അപ്പൊ മുത്തനദ്യതിക്ക് അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്ന നല്ല വിശ്വാസം ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. അപ്പൊ അത് വൃത്തിയായി ഭംഗിയായിട്ട് ക്ലാസ്സുകൾ എടുക്കുക കേട്ടോ. താങ്ക് യു. എല്ലാ ക്ലാസ്സിലും കയറണേ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. വീതു മാഡം. വീതു മാഡം. മാഡം സിസ്റ്റർ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടെത്തിയാലോ അല്ലേ? ഈ സംശയം ആരെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട്? എന്തെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മൾ എപ്പോഴും ക്ലാസ് തുടങ്ങിയിട്ടില്ല, ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡൗട്ടുകളാണ് നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി വിശദമായിട്ട് അറിവുള്ള സ്വാമി മുത്താനന്ദ രീതിയിൽ പ്രവേശിക ക്ലാസ് വരും കേട്ടോ. 12 തീയതി എല്ലാവർക്കും
അത് സ്വാമിയോട് നേരിട്ട് ചോദിക്കണം. കാരണം നമ്മുടെ എന്നെപ്പോലെയൊന്നുമല്ല, ജീവിതം മൊത്തം അതിലേക്ക് ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. ഗുരുമുഖത്തിരുന്ന് പഠിച്ച് സാക്രിഫൈസ് ചെയ്ത ഒരാളെന്ന് കേൾക്കാന്ന് പറഞ്ഞ വലിയൊരു സത്യം പറഞ്ഞ പുണ്യാണ് അല്ലേ? ഗൃഹസ്ഥന്മാരാണ്. ഇപ്പൊ നമ്മളെക്കാളും എത്ര ഏത് രീതിയിൽ നമുക്ക് മാത്രമല്ല എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പലരും പുതിയ സ്റ്റോക്ക് ഗീത ഇടയ്ക്ക് എനിക്ക് മുറിഞ്ഞു പോയി. അപ്പൊ അതിന്റെ ഒരു കുറ്റബോധം ഏർപ്പെടും കൂടിയാണ് കേട്ടോ. അപ്പൊ സംശയം നമുക്ക് കണ്ടിട്ടില്ല സാർ. തീർച്ചയായും തീർച്ചയായും. വളരെ സന്തോഷം. നമ്മൾ ഇനി ഇതിന്റെ ഒരു ലിങ്ക് ഇടും. ഇനി പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരെയും ഒരു ധർമ്മം എന്ന് പറയുന്ന പോലെ. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ മറ്റുള്ള ആളുകൾക്കും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മളിപ്പോ എത്രയോ ആളുകൾക്ക് എത്തിക്കാൻ പറ്റുന്നോ അത്രയും നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുക. ഞാനിപ്പോ ഗ്രൂപ്പിലിടും ഒരു പ്രാവശ്യം കൂടി. പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലേക്ക് കേട്ടോ. അപ്പൊ വളരെ സന്തോഷം നിങ്ങളുടെ ഈ വേളകളിൽ വന്ന് സംസാരിച്ചതിന്. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.